കയറ്റുമതി തീരുവ 50% ഉയർത്തിയ അമേരിക്കയുടെ നടപടിക്ക് അതേ തീരുവ കൊണ്ട് തന്നെ തിരിച്ചടിക്കുകയാണ് ഇന്ത്യയും. അമേരിക്ക ഇന്ത്യയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്ന പയറുവർഗ്ഗങ്ങൾക്കും പരിപ്പുകൾക്കും 30% തീരുവയാണ് ഇന്ത്യ ചുമത്തിയിരിക്കുന്നത്. ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ തീരുവ നിലവിലുണ്ട്. എന്നാലും ഇത് പൊതുവായി പ്രഖ്യാപിക്കാതെയാണ് നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ ഈ നടപടിക്ക് കാര്യമായ പ്രചാരണം നൽകിയുമില്ല. 2 അമേരിക്കൻ സെനറ്റർമാർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയ വിവരം പുറത്തു വന്നതോടെയാണ് ഇന്ത്യ ചുമത്തിയ ഈ തീരുവ ചർച്ചയായി മാറുന്നത്. ഇന്ത്യ ചുമത്തിയ വലിയ തീരുവയിൽ കർഷകരും കച്ചവടക്കാരും കടുത്ത പ്രതിസന്ധിയിലാണെന്നും അത് കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ട്രംപിനോട് ഈ സെനറ്റർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോർത്ത് ഡക്കോട്ട, മൊണ്ടാന എന്നിവിടങ്ങളിലെ സെനറ്റർമാരായ കെവിൻ ക്രാമർ, സ്റ്റീവ് ഡെയ്ൻസ് എന്നിവരാണ് ട്രംപിന് ഇങ്ങനെ കത്തയച്ചത്. തീരുവ കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ പ്രസിഡന്റ് ട്രംപ് സമ്മർദ്ദം ചെലുത്തണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെട്ടു. ഈ കത്ത് പുറത്തു വന്നതോടെയാണ് ഇന്ത്യ തീരുവ കൂട്ടിയ വിവരം വലിയ ചർച്ചയായത്. തീരുവ കുറയ്ക്കാനും ഇന്ത്യൻ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രവേശനം സുഗമമാക്കാനും ട്രംപ് ഇടപെടണമെന്ന് സെനറ്റർമാർ ആവശ്യപ്പെടുന്നു. ഇന്ത്യയുമായി വ്യാപാര കരാർ ഉറപ്പിക്കും മുമ്പ് ട്രംപ് ഇതിൽ ഇടപെടണം എന്നാണ് അവരുടെ ആവശ്യം. 2025 ഒക്ടോബർ 30 അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മഞ്ഞ കടലയ്ക്ക് 30% തീരുവ ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുവ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ തീരുവകൾ കാരണം അമേരിക്കയിലെ പരിപ്പ് വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ കാര്യമായ നഷ്ടം നേരിടുന്നുണ്ട്. നോർത്ത് ഡക്കോട്ട, മൊണ്ടാന തുടങ്ങിയ കാർഷിക സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു പ്രധാന വിഷയമാണ്. ഈ സംസ്ഥാനങ്ങളാണ് അമേരിക്കയിലെ പ്രധാന കടല പരിപ്പ് വർഗ്ഗ ഉൽപ്പാദകർ ഉള്ളത്. അതേസമയം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിപ്പ് വർഗ്ഗങ്ങളുടെ ഉപഭോക്താവ്. ലോകത്തിൻ്റെ മൊത്തം ഉപയോഗത്തിൻ്റെ ഏകദേശം 27% ഇന്ത്യയിലാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനം അനിശ്ചിതമായി നീളുന്നതിനിടെയാണ് ഇന്ത്യ നികുതി 30% ഉയർത്തിയത്. ഇന്ത്യയുടെ ആഭ്യന്തര കാർഷിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം വ്യാപാര സ്വയംഭരണാധികാരം ഉറപ്പിക്കാനുമുള്ള വ്യക്തമായ ഒരു സൂചനയായിട്ടാണ് നയതന്ത്രജ്ഞർ ഈ നീക്കത്തെ കാണുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വരാനിരിക്കുന്ന വ്യാപാര കരാർ ചർച്ചകളിൽ ഈ വിഷയം പ്രധാന വിഷയമായി മാറാൻ സാധ്യതയുമുണ്ട്. ഇരു രാജ്യങ്ങളിലെയും കർഷകരും വ്യാപാരികളും ട്രംപ് ഭരണകൂടം ഈ ആവശ്യം സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കുമെന്നും ഇന്ത്യൻ സർക്കാർ ഈ തീരുവകളിൽ എന്തെങ്കിലും ഇളവ് നൽകുമോ എന്ന കാര്യവും ഉറ്റുനോക്കുകയാണ്. നേരത്തെ ഏതാണ്ട് 0% നികുതിയാണ് ഒറ്റയടിക്ക് ഇന്ത്യ 30% ഉയർത്തിയത്. ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം അമേരിക്കൻ കർഷകർക്കും കയറ്റുമതിക്കാർക്കും വലിയ പ്രഹരമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ അനിശ്ചിതമായി നീളാൻ കാരണമെന്നും ഒരു സൂചനയുണ്ട്. ചുരുക്കത്തിൽ ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിനെ ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാടിലൂടെ മോദി മറുപടി നൽകുകയാണ്. കൂടാതെ ഇന്ത്യ ആഗോള വിപണിയിൽ ഒരു പ്രബല ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗം റിച്ച് മക്കോർമിക് പറയുന്നു. അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ നൽകുന്ന സംഭാവനകൾ പാകിസ്ഥാനേക്കാൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. 30 കോടി ജനസംഖ്യയുള്ള രാജ്യമായിരുന്നിട്ടും പാകിസ്ഥാൻ അമേരിക്കയിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നില്ലെന്ന് മക്കോർമിക് പറഞ്ഞു. എന്നാൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക മാത്രമല്ല, തിരികെ വലിയ തോതിൽ നിക്ഷേപങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. അമേരിക്കൻ കമ്പനികൾ കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപം നടത്താൻ താൽപ്പര്യപ്പെടുന്നത് ഇന്ത്യയിലാണെന്നും അത് ഒരിക്കലും പാകിസ്ഥാനിലല്ലെന്നും ചടങ്ങിൽ പങ്കെടുത്ത ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം ആമി ബെറയും വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള ബന്ധം തകരാറിലാകുന്നത് അമേരിക്കയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് മക്കോർമിക് ഒരു മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഇന്ത്യക്കാരെ സുഹൃത്തുക്കളായി സ്വീകരിച്ചാൽ നമുക്ക് സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകും. എന്നാൽ അവരെ അകറ്റി നിർത്തിയാൽ അത് നമുക്കെല്ലാവർക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യാപാര നിയന്ത്രണങ്ങളും താരിഫുകളും സംബന്ധിച്ച് നിലവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എങ്കിലും വലിയൊരു സഹകരണത്തിനാണ് ഇരു രാജ്യങ്ങളും മുൻഗണന നൽകുന്നതെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.